കുടിയേറ്റകാലത്തോളം പഴക്കമുള്ള കാഞ്ചിയാർ ലബക്കട കൽത്തൊട്ടി റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. റോഡിന്റെ തകർന്ന ഭാഗത്ത് വാഴ നട്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. നിരവധി പേരുടെ ഏക യാത്രാമാർഗമായ റോഡിനോട് ബന്ധപ്പെട്ട അധികൃതർ കാണിക്കുന്ന അവഗണനയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കാഞ്ചിയാറിന്റെ കുടിയേറ്റകാലത്തോളം പഴക്കമുണ്ട്. കാഞ്ചിയാർ ലബക്കട കൽത്തൊട്ടി റോഡിന് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലാണ് ഇപ്പോഴും ഈ റോഡ് ഉള്ളത്. സ്കൂളുകൾ, ദേവാലയങ്ങൾ ഉൾപ്പെടെ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഏക യാത്രാമാർഗമാണ് ഈ റോഡ്. ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് വലിയ കുണ്ടും കുഴിയും നിലവിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. യാത്രാക്ലേശം രൂക്ഷമായതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതരുടെ മുന്നിലടക്കം നിരവധി നിവേദനങ്ങളും പരാതികളും പ്രതിഷേധങ്ങളും നടത്തിയിരുന്നു. എന്നാൽ ഇതിലൊന്നും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രതിഷേധ സൂചകമായി റോഡിലെ കുഴികളിൽ വാഴ നട്ടാണ് പ്രതിഷേധിച്ചത്. ഈ റോഡ് അപകടകരമായ അവസ്ഥയിലാവുകയും കഴിഞ്ഞ ദിവസം മേപ്പാറക്കാരനുള്ള ബൈക്കിൽ നിന്ന് പറഞ്ഞു വീണ് 3 കുത്തിക്കെട്ടായിട്ട് തിരക്കുണ്ടായിരുന്നു. അയാളെ രാത്രി 11:30 ആയപ്പോൾ ഞാനും അയൽവാസിയായ ചേച്ചനും കൂടെ കൂടിയ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് പറഞ്ഞയച്ചത്. അതുപോലെ ദയനീയമായ ഒരു സാഹചര്യം ഇവിടെ ഉള്ളപ്പോൾ ഇത് പഞ്ചായത്തുകാർ കണ്ണു തുറക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങളാരും ഇവിടെ ടാക്സ് അടയ്ക്കാത്ത ആളുകളില്ല. ഇത് നടക്കുന്ന മുഴുവൻ ആളുകളും, ഈ റോഡ് ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളും ടാക്സ് അടയ്ക്കുന്നവരാണ്. ഇതിലെ ഓടുന്ന മുഴുവൻ വണ്ടികളും ടാക്സ് അടച്ചു പോകുന്നവരാണ്. പിന്നെ എന്തുകൊണ്ട് വരുമാനമില്ലാതെ റോഡ് നന്നാക്കുന്നില്ല, ഫണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഉപാധികൾ പറഞ്ഞ് മാറുന്ന ഒരു സമീപനം മാറ്റണം. റോഡിലെ കുഴിയിൽപ്പെട്ട വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവ് സംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിൽ മഴ ശക്തമായതോടെ വലിയ വെള്ളക്കെട്ടും റോഡിൽ രൂക്ഷമാണ്. ഇത് വാഹനാപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതായും പറയുന്നു. ഈ റോഡിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഇതിന് വ്യക്തമായിട്ട് അറിയിക്കുകയാണ്. നാട്ടുകാർ മാത്രമായിരിക്കുകയല്ല അതിന് പിന്തുണ നൽകുക. ഈ വഴി കൂടെ നടക്കുന്ന സകല ആൾക്കാരെയും അതിനെ ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങളുടെ ഒരു പ്രതിഷേധ മാർച്ച് പഞ്ചായത്തിലേക്ക് നടത്തുമെന്ന് ഇതിനാൽ അറിയിക്കുന്നു. റോഡിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കലുങ്കുകളടക്കം അടഞ്ഞ നിലയിലാണ്. ഇതാണ് വെള്ളക്കെട്ടുണ്ടാകാൻ മറ്റൊരു കാരണമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. റോഡിലെ ചില കലുങ്കുകൾ സ്വകാര്യ വ്യക്തികൾ അടച്ചുവെച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അടിയന്തരമായി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഗതാഗതം സുഗമമാക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത്. റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി ടെൻഡർ നടപടികൾ അടക്കം നടന്നെങ്കിലും മഴ എത്തിയതോടെ ഇതിന്റെ പണികൾ വൈകുകയാണ്. ഇതോടെ ദുരിതയാത്രയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.